വെർച്വൽ ക്യൂ പാസ് ഉണ്ടായിട്ടും ഭക്തരുടെ അഭൂതമായ തിരക്ക് മൂലം ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയില്ലെന്ന് കരുതി മടങ്ങിയ മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തിന് സുഗമ ദർശനം ഒരുക്കിയിരിക്കുകയാണ് കേരള പോലീസ്. കൊല്ലം കല്ലമ്പലം സ്വദേശി ഗിരിജ മുരളിയും 2 കുട്ടികളും ഉൾപ്പെടെയുള്ള 8-അംഗ സംഘത്തിനാണ് ADGP എച്ച് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ദർശന സൗകര്യമൊരുക്കിയത്. ഇവർ ഉൾപ്പെടെയുള്ള 17 പേരാണ് കൊല്ലത്ത് നിന്ന് നവംബർ 18-ന് പമ്പയിലെത്തിയത്. എന്നാൽ ഭക്തജനത്തിരക്കും ആരോഗ്യപരമായ കാരണങ്ങളാലും ഗിരിജ ഉൾപ്പെടെ 6 സ്ത്രീകളും 2 കുട്ടികളും നിലയ്ക്കലിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടനെ ശബരിമല പോലീസ് ചീഫ് കോഓർഡിനേറ്റർ കൂടിയായ ADGP പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശിച്ചു. തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്ത് എത്തുകയും മനം നിറഞ്ഞ മാമലവാസിനെ തൊഴുകയുമായിരുന്നു. ദർശനത്തിന് ശേഷം പോലീസിന് നന്ദി പറഞ്ഞാണ് ഗിരിജയും സംഘവും മലയിറങ്ങിയത്. നവംബർ 18-ന് പാസ് എടുക്കാതെ ചിലർ എത്തിയത് മൂലം ചെറിയ ബുദ്ധിമുട്ടുണ്ടായെന്ന് ADGP എച്ച് ശ്രീജിത്ത് പറഞ്ഞു. ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏതാനും തീർത്ഥാടകർ ദർശനം കിട്ടാതെ മടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നാണ് ഇവർക്ക് സൗകര്യമൊരുക്കിയത്. വെർച്വൽ ക്യൂ പാസ് എടുത്ത് കൃത്യമായ ദിവസം എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും ADGP പറഞ്ഞു. ഇന്നലെ കുറച്ചു നേരത്തേക്ക് കുറെ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. അവർ രണ്ടാമതൂടെ കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ജനുവിനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്വൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊഴാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അവരുടെ വെർച്വൽ ക്യൂ പാസ് അവർ വന്നിട്ട് ദർശനം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ രേഖ അവരുടെ കയ്യിലുണ്ടാവും. അവർ നമ്മളെ ബോധിപ്പിച്ചാൽ മാത്രം മതി. വീണ്ടും അവർക്ക് ദർശനം കൊടുക്കുന്നതായിരിക്കും. അതിപ്പോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. നമുക്കിനി അതിൻ്റെ തയ്യാറാണ്. ഇങ്ങനെ ആരെങ്കിലും മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് ദർശനം കിട്ടുന്നതാണ്. അതേസമയം ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമായി. പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കാതെ സുഗമമായി ദർശനം നടത്തുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതിനിടെ ശബരിമലയിൽ NDRFന്റെ ആദ്യ സംഘം ചുമതലയേറ്റു. തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള 4-ാം ബറ്റാലിയനിലെ 30-അംഗ സംഘമാണ് നവംബർ 19-ന് സന്നിധാനത്തെത്തിയത്. ശബരിമല ADM, പോലീസ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരുടെ നിർദ്ദേശാനുസരണം സംഘം പ്രവർത്തിക്കുമെന്ന് ടീം കമാൻഡറായ ഇൻസ്പെക്ടർ GC പ്രശാന്ത് പറഞ്ഞു. 4ാമത് ബറ്റാലിയൻ NDRF തമിഴ്നാട് ആരക്കോണം ശ്രീ അഖിലേഷ് കുമാർ കമാൻഡർ നേതൃത്വം നൽകുന്ന ഈ യൂണിറ്റിൻ്റെ റീജിയണൽ റെസ്പോൺസ് സെൻ്ററായിട്ടുള്ള തൃശ്ശൂരിൽ നിന്നുമുള്ള ഒരു 30-അംഗ സംഘം NDRF ടീമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ടീം കമാൻഡർ ഇൻസ്പെക്ടർ പ്രശാന്ത്. ഈ ഒരു ടീം കൂടാതെ മറ്റൊരു ടീം ചെന്നൈയിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ ഇന്ന് രാത്രി ശബരിമലയിൽ എത്തുന്നതും നാളെ മുതൽ അവർ 2 ടീം ടോട്ടൽ NDRFന്റെ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ NDRFിലെ ഓരോ റെസ്ക്യൂവേഴ്സും മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് റെസ്പോണ്ടർ ട്രെയിൻഡ് ആണ്. അതുകൂടാതെ റോപ്പ് റെസ്ക്യൂ, ബിൽഡിംഗ് കൊളാപ്സ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനും ടാക്കിൾ ചെയ്യാൻ അവർ കേപ്പബിൾ ആണ്. നിലവിൽ ഇപ്പോൾ വിക്ടിം ഇവാക്വേഷനും മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനും വേണ്ടിയിട്ടാണ് NDRFന്റെ ടീംസിനെ ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഡിപ്ലോയ്മെന്റ് ലൊക്കേഷൻസ് വന്ന് ഒന്ന് സന്നിധാനത്തും 2 നടപ്പന്തലുമാണ് നിലവിൽ ഇപ്പോൾ ഡിപ്ലോയ്മെന്റ് നടത്തിയിരിക്കുന്നത്.